ഹായ് ഫ്രണ്ട്സ്, ഈ ലോകത്ത് ധാരാളം നദികൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാലോ. എങ്കിലും അവയിൽ ചില പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ കാണാം. വെൽക്കം ടു ദ ചാനൽ. ബാറ്റിൽ ഓഫ് ദ നെയിൽ. കരയിലും കടലിലും ആകാശത്തും വെച്ച് നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ഒരു നദിയിൽ വെച്ച് നടന്നിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ. 1798 ഈ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ് ഈ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയെന്നറിയണ്ടേ? നെപ്പോളിയന്റെ കപ്പൽ പടയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ഈ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ഇത്തരമൊരു യുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വന്ന ആ നദി ഏതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ നദിയെ കുറിച്ച് തന്നെയാവാമല്ലേ ഇന്നത്തെ വീഡിയോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന സ്ഥാനമുള്ള നൈൽ തന്നെയാണ് ആ നദി. നദീതടം എന്ന അർത്ഥം വരുന്ന നഹൽ എന്ന വാക്കിൽ നിന്നും നൈൽ ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു. ധാരാളം രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി കടന്നു പോകുന്നത്. മഹാനദിയായ നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ടെത്താൻ ഒട്ടേറെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയും ചരിത്രകാരനായ ഹെറോഡോട്ടസും ചിന്തകനായിരുന്ന ടോളമിയും നൈലിന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളവരിൽ പെടുന്നുണ്ട്. ആഫ്രിക്കയുടെ ഏകദേശം മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നവയാണ് റുവൻസോറി പർവ്വതനിരകൾ. നൈൽ ഉത്ഭവിക്കുന്നത് ഈ പർവ്വതനിരകൾക്കിടയിലെ തടാകങ്ങളിൽ നിന്നാണെന്നായിരുന്നു ടോളമിയുടെ നിരീക്ഷണം. തടാകങ്ങൾക്ക് വെള്ളം നൽകുന്നതാകട്ടെ ഈ പർവ്വതങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറിയ നീർച്ചാലുകളാണ്. ടോളമിയുടെ അഭിപ്രായം ഏറെക്കുറെ ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇവ ചന്ദ്രനിലെ പർവ്വതങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഏതെല്ലാം രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നതെന്നറിയാമോ? ഈജിപ്ത്, സുഡാൻ, സൗത്ത് സുഡാൻ, എത്യോപ്യ, ഉഗാണ്ട, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ, കെന്യ, ടാൻസാനിയ, റുവാൻഡ, ബുറുണ്ടി എന്നിവയിലൂടെയാണ്. നൈലിനെ കുറിച്ച് അതിശയകരമായ മറ്റൊരു കാര്യം കൂടി കേട്ടാലോ? അതെ, വെള്ള നൈൽ മാത്രമല്ല, നീല നൈലുമുണ്ട്. നീല നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ബാർ എൽ അസ്രാഖ്. എത്യോപ്യയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി സുഡാന്റെ തലസ്ഥാനമായ കാർത്തൂമിൽ വെച്ച് വെള്ള നൈലുമായി ചേരുന്നു. പേരുപോലെ തന്നെയാണ് ഈ രണ്ടു നദികളിലെയും വെള്ളത്തിന്റെ നിറവും. വെള്ള നൈലിന്റെ ഒരു പോഷക നദിയായ ബുറുണ്ടിയിലെ കഗേര നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നുമാണ് നൈലിന്റെ ദൂരം കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പ്രാചീന ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവോമാർ നൈലിനെ ആരാധിച്ചിരുന്നു. പണ്ടുകാലത്ത് നൈൽ നദിയിൽ വർഷം തോറും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ടായിരുന്നു. അതേ തുടർന്ന് വളക്കൂറുള്ള കറുത്ത എക്കൽ മണ്ണ് നദീതീരങ്ങളിൽ വന്നടിയുന്നു. ഈജിപ്തിന്റെ സമൃദ്ധമായ കാർഷിക വിളകൾക്ക് കാരണവും ഈ എക്കൽ മണ്ണിലുള്ള കൃഷി തന്നെ. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കുക. നൈൽ ഈജിപ്തിന് നൽകിയത് വെള്ളം മാത്രമല്ല, ഒരു മഹത്തായ സംസ്കാരം കൂടിയാണ്. ഒട്ടേറെ ദുരിതങ്ങൾക്കിടയിലും വൻവിളവുകൾ നൽകുമെന്നതിനാൽ പ്രളയത്തെ പോലും ഈജിപ്തുകാർ ആരാധിച്ചിരുന്നു. ഒരുപാട് യാത്രകൾക്ക് ശേഷം നൈൽ നദി കടലുമായി കൂടിച്ചേരുന്നു. പറഞ്ഞാൽ മതിവരാത്തത്രയും ചരിത്രമുള്ള നൈൽ നദിയെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ഓൾ.